2 pack അറിയോ? 2 pack ഷാക്കൂർ. മോനെ ഇന്നത്തെ ഭാഗ്യ ഒരു ടിക്കറ്റ് എടുക്കട്ടെ. പോയിക്കോ. ഇതാ കഴിച്ചു. 2 pack ഷാക്കൂർ ഭയങ്കര കലാകാരനായിരുന്നു, പക്ഷെ വെടിവെച്ചു എന്നാണ്. ഞാനുടെ വലിയൊരു ഫാനാണ്. എങ്ങനെയുണ്ട്? സ്കൂൾ കിഡ്സ്. പിടിച്ചേ, ഇപ്പൊ ശരിയായി തരാം. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? വെറുതെ ചൊറയാക്കാണ്ട് സ്കൂളിൽ പോടാ. ചോറുണ്ടാക്കി ഈ സ്കൂളിൽ വിടൂലേ? ഷെടാ, ഈ ഭയങ്കര മാസാണല്ലോടാ. അതിന് ഈ മെയ്ത്ത് പറഞ്ഞ എന്തിനാടാ? എന്തേ മേത്തോട്ടാണ് കിക്ലിയാവോ? ഇതെന്തോടെ അസംബ്ലിയാ? സുരേന്ദ്രൻ സാറേ, നാളെ ലീവാ. ഈ കൊടലോട്ടുള്ള ഫയലും ചെക്ക് ചെയ്തേക്കണേ. അത് നിങ്ങളാ CI സാറിന്റെ ടേബിളിൽ വെച്ചാൽ മതി. അലക്സ് വന്ന് കൊണ്ടുപോയിക്കോളും. എന്നാ പിന്നെ അവിടെ കൊടുത്തേക്കാം. സാറേ, ആ സ്കൂൾ പിള്ളേരതല്ലേ കേസേ? ആ, വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പിള്ളേര് മൈനറാ. ഓ, കേസ് രജിസ്റ്റർ ചെയ്യാം, അല്ലേ പിന്നെ നമുക്ക് പണിയാവും. തന്റെ എന്നുള്ളക്ക് വന്നപ്പോൾ അവർ പറയുന്നത് കേസും മുക്കാറൊന്നും വേണ്ടത്. നമ്മളെന്തിരി ചെയ്യാൻ സാറേ? എന്നാ പിന്നെ പേര് അഡ്രസ് എഴുതി വെച്ചിട്ട് പരാതി ഇല്ലെന്ന് എഴുതി വാങ്ങിച്ചു വിട്ടേര്. ശരി. എന്തോടെ നിന്റെ പേര്? ധീരജ്. അച്ഛൻ്റെ പേര്? പങ്കജ് മേനോൻ. പങ്കജ് മേനോൻ. നോട്ട് ചെയ്തേക്ക്. അജീഷ്. നിനക്ക് തന്തയില്ലേ? ഉണ്ട്. തങ്കപ്പൻ. അജീഷ് തങ്കപ്പൻ എന്ന് പറയടേ. അജീഷ് തങ്കപ്പൻ. നിന്റെ തന്തയ്ക്ക് എന്തൊരു ജോലി? മണല് വരല. മണല് വാരല്. വല്ല വഞ്ചിന്ന് മുങ്ങാൻ കോഴിയിട്ട് വല്ല കള്ളമണലും മരി കക്കയും മരി ജീവിച്ചാ പോരെ. നിനക്ക് സ്കൂളിൽ പോകുന്ന എന്തോത്തിനാടാ? തല ഉണ്ടാക്കാനാ? സാറേ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഓനാ വെറുതെ ഞങ്ങളുടെ മെക്കെട്ട് കയറിയത്. ലവന്മാര് കയറുന്ന കണ്ണന്തിരി കാണിച്ച നീകർ തല്ലോടെ പൈലോളെ. സാറേ, അവനോട് ഒരു പെണ്ണുണ്ടായിരുന്നു. ഓര് രണ്ടുപേരും കൂടി എന്തോ ചെയ്തപ്പോ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാ തല്ലാൻ വന്നത്. ആ സാറേ, ഞങ്ങളവിടെ വേറെ പരിപാടിയാണ്. നീ ഇങ്ങോട്ട് പുറത്തേക്ക് പോടാ, നിനക്കുള്ള നെയ്പ്പത്തിനും തരുന്നുണ്ട്. എന്തിനടുന്ന് കയറണത്? പിന്നെ എന്തിനടുന്ന് തിളക്കണ നീ? അമ്മരെ പറഞ്ഞ ഉള്ളാണോ അല്ലേന്ന് നോക്കല്ല ഞങ്ങളോടുള്ളത്. അടങ്ങ്. എന്റെ പേരും തോന്നുന്നു ആസിഫ്. എന്തിന്? ആസിഫ് ബീരാൻ. അപ്പൊ വെറുതെ അല്ല കിടന്ന് പൊട്ടിത്തെറിക്കണത്. കയ്യില് ബോംബ് കൊണ്ടുതന്നെ നടപ്പ്. അതെന്താണ് സാർ അങ്ങനെ ഒരു ചോദ്യം? പിന്നെ ആസിഫ് ബീരാൻ അണ്ണനോട് പിന്നെ എങ്ങനെ ചോദിക്കണം? ഓ, അപ്പൊ സാറിന് എൻ്റെ പേരാണല്ലേ പ്രശ്നം? നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുക്കാല് പിഴിഞ്ഞ അരയാക്കും. കൊടപ്പന്നി. എന്താണോ കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. മേലാൽ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടു കഴിഞ്ഞാ ഓക്കോ? പിള്ളേർ ഐഡിയൊക്കെ വാങ്ങിയല്ലോ അല്ലേ? ഓക്കെ. പോടെ പോടെ. അണ്ണനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കരുത്, അറിയാലോ. ആസിഫ് ബീരാൻ അണ്ണനോട് പിന്നെ എങ്ങനെ ചോദിക്കണം? നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുക്കാല് പിഴിഞ്ഞ അരയാക്കും. നീ അല്ലാതെ ആരെങ്കിലും ഇത്രയും ഇല്ലാത്ത പിള്ളേരുടെ വഴക്കിന് പോവോ? അതെ, അവരുടെ തന്തമാര് കേസാക്കണ്ടാന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യം. എനിക്ക് വേണ്ടിയാ ആസിഫ് ചോദിക്കാൻ പോയത്. എടാ, നിനക്കിപ്പോ എന്താ വേണ്ടേ? അവന്മാർ തരണോ? ഇപ്പൊ ഇറങ്ങിക്കോണം. അവന്മാരുടെയൊക്കെ പോരെ കയറി നമ്മൾ തല്ലും. ഇയാളെ ഉണ്ടായിരിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് അടങ്ങാൻ ചെയ്തല്ലേ അയാൾക്ക്? ഓരോരുത്തർ പ്രശ്നം പറഞ്ഞു തീർക്കാൻ നോക്കുമ്പോഴാ അയാൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഞാൻ ചെയ്യും. പണി കൊടുക്കണ്ട അയക്കാം ആ പോലീസുകാരന്. പോലീസുകാരനോ?
അയാൾക്ക് എന്താ നിന്നോട് പ്രശ്നം? അയാൾക്ക് എൻ്റെ പേര് തന്നെ പ്രശ്നം അച്ഛാ. എടാ, ഇതിനൊക്കെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് നോക്കിയ സാറേ. എന്തോന്ന്? ഹ, ഇത് നമ്മുടെ പയ്യനല്ലേ? എന്തോന്ന് മാപ്പിള പാട്ടാ? കേക്ക് നല്ലോണം കേക്ക്. ഇവൻ ഓരോന്നോടെ സ്റ്റേഷനോട്ട് എടുപ്പിക്കേണ്ടി വരും. ഓയ് മോഡേൺ ആട്ടാ പയ്യല്. 1 million ആയാലോ? എന്തായാലും സംഭവം കിടുക്കി. ഇപ്പഴാ ഞാൻ ഈ കാശ് മുടക്കി സ്റ്റുഡിയോ തുടങ്ങിയൊരു എന്താ പറയണ്ടേ ഒരു ഇതുണ്ടായത്. എന്നാലേ മൊത്തത്തിലൊന്ന് കളറാക്കാനും. എന്ത്? അല്ല, അവളുടെ പോർഷനെ കുറച്ച് കുറഞ്ഞു പോയെന്ന് സംശയം. അയ്യോടാ. മോനെ അസി, ലോകത്തൊരു കാമുകനും തന്റെ കാമുകയുടെ വിഷ്വൽസ് പൂർണ്ണ സംതൃപ്തി നൽകിയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രെയിം ഉണ്ട്. അതിന്റെ ഭംഗിയും പെർഫെക്ഷൻ തരാൻ ലോകത്തൊരു ക്യാമറയ്ക്കും ഒരു ടെക്നോളജിക്കും കഴിയില്ല. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഇനി വൈകരുത്. അവളുടെ മുഖത്ത് നോക്കി പറയണം, തുറന്നു പറയണം. പറഞ്ഞറിയിച്ച ബന്ധങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് പറയാതെയും അറിയാതെയും നഷ്ടപ്പെട്ട പ്രണയങ്ങള്. ഹായ്, ഏതാ സാധനം? തേങ്ങ. എടാ, മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലേ ഒരു ലഹരിയും വരില്ല അതിനുള്ള പേരുള്ളതായിട്ട്. ബാക്കിയൊക്കെ ആ പ്രണയത്തിന്റെ ലഹരി മറക്കാൻ നമ്മള് കൂടെ കൂട്ടുന്ന ലഹരികളാ. തരൂ എന്നിനരുമ തേടുവതാരേ ആരേ. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. എന്തായി പുതിയ പാട്ട്? അത് ഞാൻ ഈ റാപ്പ് സ്റ്റൈലിനൊക്കെ വിട്ടിട്ട് എൻ്റെതായ ഒരു ഫീൽ ചെയ്ത സാധനം ട്രൈ ചെയ്തതാണ്. അവിടെ സ്റ്റുഡിയോ എല്ലാവരും ഉണ്ട്, നമുക്ക് അവിടെ പോയി കേട്ടാലോ? ഇല്ലടോ, നാളെ തൊട്ട് 20 ദിവസം സ്റ്റഡി ലീവ് അല്ലേ. ഓ, ചെന്നിട്ട് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ആ എന്നാ പിന്നെ വീട് വരെ നമുക്ക് എൻ്റെ വണ്ടി പോയാലോ? എന്തിന്? അല്ല അല്ല, അമ്മച്ചി അങ്കിളും ഇപ്പൊ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും. ഒച്ച മോളാ, അതുകൊണ്ട് ഇത്തിരി സീനാ. ഓ, എന്റെ വീടും ചുറ്റുപാടും താൻ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോ തൻ്റെ സന്തോഷമല്ലേ അവരുടെ സന്തോഷം? അല്ല, അവരുടെ സന്തോഷം എന്റെ സന്തോഷം. സമയം പോയി, ഞാൻ പൊക്കോട്ടെ. ഇനി എക്സാമിന് വരുമ്പോ കാണാം. ശരി. മറിയ, ഞാൻ ആ പാട്ട് അയക്കട്ടെ, ഈ ഒന്ന് കേട്ടിട്ട് പറയോ?